Hey guys, what is up? This is Pranay. This time around we have another camera phone from Vivo. It is the Vivo X50. So let's quickly unbox this thing. ഇതാണിപ്പോൾ വിവോ X50യുടെ ബോക്സ്. ബാക്കിയുള്ള ഫോണുകളെല്ലാം ഒരു റെക്ടാങ്കുലർ ടൈപ്പ് ബോക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ബോക്സ് ഇത്തിരി സ്ക്വയറിഷ് ആണ്. തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഫോണാണ്. സൈഡിൽ വിവോ X50യുടെ ഒരു ലോഗോ ഉണ്ട്. ഒരു നൈസ് പ്രസന്റേഷൻ തന്നെയാണ്. ഫോൺ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രീമിയം ഫോണിന്റെ ലുക്കുള്ള ഒരു ഡിവൈസ് ആണ് ഈ വിവോ X50. ബാക്കിൽ തന്നെ നമ്മൾ ക്യാമറാസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റും. ബാക്കിയുള്ള ഫോണുകളെക്കാട്ടും ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാമറ ലേ ഔട്ട് ആണ്. എന്നാൽ സ്ട്രൈറ്റ് ആണ്, ബട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് ഉണ്ട്. ഫോണിന്റെ ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ ബാക്കിൽ ഗ്ലാസ് ആണ്, ഫ്രോസ്റ്റ് ബ്ലൂ കളർ ആണ്. ഫിംഗർ പ്രിന്റ്സ് ഒന്നും എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. സോ ലെറ്റ്സ് കീപ് ദ ഡിവൈസ് aside and see what else is in the box. തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറച്ച് ഡോക്യുമെന്റേഷൻസ് ഉണ്ട്. അതിൻ്റെ ഇടയിലായിക്കോള് സിം ഇജക്ടർ ടൂൾ ഇരിക്കുന്നത്. Then we have the plastic silicon case which is very good for the protection of the device, and beneath that there is a USB-A to USB Type-C cord for charging and also data transfer. പിന്നെ വിവോന്റെ 33 watts പവർ അഡാപ്റ്റർ ബ്രിക്ക് ഉണ്ട്. പിന്നെ അത് കൂടാതെ ലാസ്റ്റ് ആയിട്ട് ഒരു 3.5mm ജാക്കിന്റെ ഹെഡ്ഫോൺസ് ആണ് ഉള്ളത്. ബട്ട് ദിസ് ഫോൺ ഡസന്റ് ഹാവ് എ 3.5mm ജാക്ക്. ഇൻസ്റ്റെഡ് ഇതിന്റെ അകത്ത് വിവോ തന്നെ ഒരു അഡാപ്റ്റർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിവൈസ് ബൂട്ടപ്പ് ചെയ്യാം. സോ ബൂട്ടപ്പ് ആയി. സോ ലെറ്റ്സ് ക്വിക്ക്ലി finish the setup process. So setup process finish ചെയ്ത് ഫോൺ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് യെസ് ഇറ്റ് ഈസ് 90 Hz ആൻഡ് ഇറ്റ് ഈസ് വെരി സ്മൂത്ത്. നമ്മൾ ഈ ഫോണിലെ നോട്ടിഫിക്കേഷൻ ബാർ അല്ലെങ്കിൽ ആപ്പ് ഡ്രോയർ വലിക്കുമ്പോൾ തന്നെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് 90 Hz ഡിസ്പ്ലേ. യെസ്, പിന്നെ ഒരു 35,000K ഫോണാണല്ലോ. അപ്പോൾ വി എക്സ്പെക്ട് ദിസ് ഫ്രം വിവോ. ഇനി ഞാൻ ഇതിൻ്റെ സ്പെക്സിനെ പറ്റി പറയാം. So this is the phone. ഈ ഫോൺ 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. One is a glaze black, the frost blue, and one pink color is also available. എനിക്ക് കിട്ടിയത് ഒരു 8GB 128GB മോഡലാണ്. 256GB മോഡലും അവൈലബിൾ ആണ്. ഈ ഫോണിന്റെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. സൈഡ് ആണെങ്കിൽ അലൂമിനിയം കൊണ്ടാണ്. കൈ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ട് ചെയ്യുന്നത് ദിസ് ഇസ് വെരി തിൻ. വളരെ തിൻ ആയിട്ടുള്ള ഒരു ഫോണാണ് ഇത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ വെരി ലൈറ്റ്. പിന്നെ ബാക്കിയുള്ള ഫോണുകളെക്കാട്ടും കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഗുഡ് ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്സ് ആസ് വെൽ. ഒരു 35,000 രൂപീസിന്റെ ഫോണിൽ വിവോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇറ്റ് ഹാസ് എ ഫുൾ HD 90 Hz AMOLED സ്ക്രീൻ ആൻഡ് ദ സ്ക്രീൻ ഈസ് ഓൾസോ വെരി ബ്രൈറ്റ്. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് 1300 nits ആണ്. പിന്നെ OLED സ്ക്രീൻ ആയതുകൊണ്ട് ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറുമാണ് ഈ ഫോണിൽ വരുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ദിസ് ഫോൺ യൂസസ് ദി Snapdragon 765 ചിപ്സെറ്റ്. ആൻഡ്രോയിഡ് വേർഷൻ എല്ലാ ഫോണുകളിലും അതുപോലെ Android 10 ആണ്, വിച്ച് യൂസസ് FunTouchOS 10.5. GPU ആണെങ്കിൽ Adrenoന്റെ 620 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇല്ല ഈ ഫോണിൽ. പക്ഷേ അതൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഓൾറെഡി ഹാസ് 128 gigs of memory, and if you want you can also buy the 256GB model as well. In a main point, this phone has Wi-Fi 5. Wi-Fi 5 എന്ന് പറയുന്നത് 2.4 GHz Wi-Fi നെക്കാട്ടും സ്പീഡുള്ള ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഫോൺ. പിന്നെ വേറൊരു കാര്യം NFC സപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം ഉണ്ടെങ്കിലും this phone is 5G which makes this future proof. പിന്നെ ഈ ഫോണിന്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ ഉപയോഗിക്കുന്നത് 4200 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്, വിച്ച് ഇസ് ചാർജ് യൂസിംഗ് ദ വിവോ 33 watts പവർ അഡാപ്റ്റർ ബ്രിക്ക്. പിന്നെ ഇതിന്റെ മെയിൻ ഫീച്ചർ ആണ് ഇതിന്റെ ക്യാമറ. ദിസ് ഫോൺ കംസ് വിത്ത് എ ക്വാഡ് ക്യാമറ സെറ്റപ്പ്. ഇതിന്റെ മെയിൻ സെൻസർ ആണ് 48 MP ആണ്, വിച്ച് സപ്പോർട്ട്സ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, വിച്ച് ഇസ് സംതിങ് ദാറ്റ് യു ഓൺലി സീ ഇൻ ദ ഫ്ലാഗ്ഷിപ്സ്. പിന്നെ ഒരു 2x ഒപ്റ്റിക്കൽ ക്യാമറ ഉണ്ട് ഇതിൽ, വിച്ച് ഇസ് ഓഫ് 13 MP. ഇത് ഉപയോഗിക്കുന്നത് പോർട്രേറ്റ് ഷോട്ട്സിന് വേണ്ടിയാണ്. ഒരു DSLR-ൽ ഒരു 50mm ലെൻസ് വെക്കുന്നതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് ആണ് ഇത് തരുന്നത്. പിന്നെ ഒരു 120° ഫീൽഡ് ഓഫ് വ്യൂ തരുന്ന ഒരു 8MP അൾട്രാ വൈഡ് ക്യാമറയുണ്ട്, വിച്ച് ഇസ് യൂസ് ഫോർ ടേക്കിംഗ് ലാൻഡ്സ്കേപ്പ് ഷോട്ട്സ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു 5MP മാക്രോ ക്യാമറ. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ 32 MP ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ വീഡിയോ സ്പെക്സിനെ പറ്റി പറയാം. ദിസ് ഫോൺ കെൻ ക്യാപ്ചർ സ്റ്റെബിലൈസ്ഡ് 4K വീഡിയോ അറ്റ് 30 frames per second. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ഫുൾ HD അറ്റ് 60 and 30 frames per second. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 720p which I'm not mentioning. പിന്നെ ഈ ഫോണിൽ V19 കണ്ട പോലെ തന്നെ ഒരു അൾട്രാ സ്റ്റേബിൾ മോഡ് ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്ന് പറയുമ്പോൾ V19 നമ്മൾ 720p at 60 frames ആണ് അത് ഉപയോഗിക്കുന്നത്. ദിസ് ഫോൺ കെൻ ക്യാപ്ചർ അൾട്രാ സ്റ്റേബിൾ വീഡിയോ അറ്റ് 1080 60 frames per second. ഇതിന്റെ സ്ലോ മോഷനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ HDയിൽ 120 frames per second റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. 720ൽ 240 frames per second വരെയും അവൈലബിൾ ആണ്. ബാക്കിയുള്ള ഫോണുകളെക്കാട്ടും എത്രത്തോളം വ്യത്യാസമാണ് ഈ വിവോന്റെ പുതിയ ക്യാമറ എന്ന് നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ദ ക്യാമറ ടെസ്റ്റ്.
guys, so this was the X50 video. ഇനി ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ നിങ്ങൾക്ക് വേണമെങ്കിൽ there is the X50 Pro, which is the big brother of the X50. It has a 3-axis gimbal camera setup. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്. You can check out that phone also. If you like this video, then share, smash the like button. For more tech related videos, click subscribe and stay tuned. Stay safe. Goodbye everyone.